ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ രാജ്യാന്തര കണ്ണികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങി NCBയും EDയും. അക്കൗണ്ടുകൾ മരവിപ്പിച്ചും സ്വത്തുക്കൾ കണ്ടുകെട്ടിയും സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കും. കേസിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഉൾപ്പെടെയുള്ള പ്രതികളുടെ NCB കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ നൽകാനായി നിഷ ദിലീപുണ്ട്. നിഷ, വിശദാംശങ്ങൾ. രാഖി, ഡാർക്ക് നെറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മൂവാറ്റുപുഴ സ്വദേശി എഡിസന്റെയും ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരായ അരുൺ തോമസ്, ഒപ്പം തന്നെ ഡിയോൾ എന്നിവരുടെ കസ്റ്റഡി കാലാവധിയാണ് ഇന്ന് അവസാനിക്കുക. ഇവരെ വിശദമായി തന്നെ NCB സംഘം ചോദ്യം ചെയ്തു. നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഇവർ നടത്തിയ മറ്റിടപാടുകൾ, ബിനാമി ഇടപാടുകൾ അടക്കം പരിശോധിക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഡാർക്ക് നെറ്റ്, ഈ കെറ്റാമലോണിൻ്റെ പേരിൽ എഡിസൺ കോടികൾ സമ്പാദിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി NCB സംഘം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ ലഹരി ഇടപാടിൻ്റെ മറവിൽ എഡിസൺ ബിനാമി ഇടപാടുകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. ഇവർ വാങ്ങിക്കൂട്ടിയ ഭൂമി, ഇവരുടെ മറ്റു സ്വത്തുക്കൾ, ബന്ധുക്കളുടെ പേരിലുള്ള സ്വത്തുക്കൾ, ഈ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും എഡിസനെയും ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരെയും കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് NCB സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ നിർണായക വിവരങ്ങൾ, ഇവരുടെ സ്വത്തുക്കൾ അടക്കമുള്ളവരുടെ വിവരങ്ങൾ EDക്ക് കൈമാറിയിട്ടുണ്ട്. EDയും കൂടുതൽ ഇവരുടെ സ്വത്തുവകകൾ അടക്കമുള്ള കാര്യത്തിൽ ED അന്വേഷണവും ഉണ്ടാകും. എഡിസൺ സമ്പാദിച്ച ഈ ലഹരി ഇടപാടിൻ്റെ പേരിൽ എഡിസൺ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചതായി കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് മൂവാറ്റുപുഴയിൽ അടക്കം ഭൂമി വാങ്ങിയ കാര്യങ്ങളുണ്ട്. ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിലടക്കം ലഹരി ഇടപാടിൽ നിന്ന് ലഭിച്ച പണം എഡിസൺ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് NCB സംഘം കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ EDയെ അറിയിക്കും. EDക്ക് ഇതിൻ്റെ രേഖകളൊക്കെ തന്നെ കൈമാറും. ED അന്വേഷണം, ഈ സ്വത്തുവകകളിലൊക്കെ ED അന്വേഷണവും ഉണ്ടാകും. എന്തായാലും ഈ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. രാഖി. ശരി നിഷ, ഡാർക്ക് നെറ്റ് ലഹരി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നിഷ വിശദീകരിച്ചത്.